കാർഷിക വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിലെ കയർ, റബ്ബർ, ഡോർമാറ്റ് കയറ്റുമതി മേഖല ഗുരുതര പ്രതിസന്ധിയിൽ. അസംസ്കൃത വസ്തുക്കളുടെ രൂക്ഷമായ ക്ഷാമവും വിലവർധനയും മൂലം അന്താരാഷ്ട്ര ഓർഡറുകൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കയറ്റുമതിക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യയിലെ കയർ, റബ്ബർ, ഡോർമാറ്റ് കയറ്റുമതിക്കാർ ഗുരുതര പ്രതിസന്ധിയിലേക്ക്. ആഗോള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വിതരണ ശൃംഖല തടസ്സങ്ങളും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയെ കാര്യമായി ബാധിച്ചു. PVC റെസിൻ, പ്ലാസ്റ്റിസൈസറുകൾ, സിന്തറ്റിക് റബ്ബർ, കെമിക്കലുകൾ തുടങ്ങി നിർണായക വസ്തുക്കളുടെ ക്ഷാമം ഉൽപ്പാദനത്തെ തന്നെ ബാധിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കയർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻസ് പ്രതിനിധികൾ പറയുന്നതനുസരിച്ച് കയർ വസ്തുക്കളുടെ ലഭ്യതയും കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ കയറ്റുമതി കാലതാമസം, വിതരണ അനിശ്ചിതത്വം, ഇൻവെന്ററി കുറവ് എന്നിവ വ്യാപകമായി അനുഭവപ്പെടുന്നു. ഇതിനിടെ അമേരിക്ക പോലുള്ള പ്രധാന വിപണികളിൽ ഉയർന്ന താരിഫ് ചുമത്തലും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. നേരത്തെ നിശ്ചയിച്ച വിലയിൽ ഒപ്പുവെച്ച കരാറുകൾ മൂലം വർദ്ധിച്ച ചെലവുകൾ ഉപഭോക്താക്കളിലേക്ക് മാറ്റാൻ കഴിയാതെ കയറ്റുമതിക്കാർ നഷ്ടം സഹിക്കുകയാണ്. ഇറക്കുമതി തീരുവ ഇളവ്, സാമ്പത്തിക സഹായം, ലോജിസ്റ്റിക് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ തുടങ്ങിയ അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ഇല്ലെങ്കിൽ ഓർഡർ റദ്ദാക്കലും അന്താരാഷ്ട്ര ക്ലയന്റുകളുടെ നഷ്ടവും ഇന്ത്യയുടെ ആഗോള വിപണി നിലപാടിനും ദീർഘകാലാഘാതമുണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിൽ പരുത്തി വില വീണ്ടും കുതിച്ചുയരുന്നു. സ്പിന്നിംഗ് മില്ലുകളിലും വ്യാപാര മേഖലയിലും ആവശ്യകത വർദ്ധിച്ചതും ആഗോള വിപണിയിലെ ഉയർന്ന വില പ്രവണതയും ചേർന്നതാണ് ആഭ്യന്തര വിപണിയിലും വില വർധനവിന് കാരണമായത്. രാജ്യത്ത് പരുത്തിവില വീണ്ടും ഉയർന്നിരിക്കുകയാണ്. സ്പിന്നിംഗ് മില്ലുകളിൽ നിന്നുള്ള ശക്തമായ ആവശ്യകതയും വ്യാപാര മേഖലയിലെ വാങ്ങലും വിപണിയെ സജീവമാക്കി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ദുർബലമായതോടെ ഇറക്കുമതി ചെലവ് കൂടിയെങ്കിലും ആഗോള വിപണിയിലെ വിലവർധനവാണ് ആഭ്യന്തര വിലകളിലും പ്രതിഫലിക്കുന്നത്. വെള്ളിയാഴ്ച രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് ഹോൾഡറായ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു മിഠായിക്ക് 300 രൂപ കൂടി വർദ്ധിപ്പിച്ചു. ഇതോടെ ഈ മാസം തുടക്കം മുതൽ മാത്രം 1900 രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത്. CCI ചെയർമാൻ ലളിത് ഗുപ്തയുടെ വാക്കുകളിൽ പരുത്തിക്കും നൂലിനും ശക്തമായ ആവശ്യകതയാണ് വിപണിയെ നയിക്കുന്നത്. മാർച്ചിൽ മാത്രം 1.05 കോടി ബെയിൽ സംഭരണത്തിൽ നിന്നും 39 ലക്ഷം ബെയിൽ വിൽപ്പന നടന്നത് വിപണിയിലെ ഡിമാൻഡ് ശക്തി വ്യക്തമാക്കുന്നു. വിപണി പ്രവണതകൾ അനുസരിച്ച് അടുത്ത ദിവസങ്ങളിലും വില ഉയർന്ന നിലയിൽ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കാപ്പി വിപണിയിൽ ഓർഗാനിക് എന്ന പേര് കൂടുതൽ ശ്രദ്ധ നേടുന്നു. ആരോഗ്യബോധം ഉയരുന്നതിനൊപ്പം ഓർഗാനിക് കാപ്പിയിലേക്കുള്ള ആവശ്യവും വർദ്ധിച്ചിരിക്കുകയാണ്. രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ കൃഷി ചെയ്യുന്ന ഓർഗാനിക് കാപ്പി കാപ്പിയുടെ സ്വാഭാവിക രുചി നിലനിർത്തുന്നതിൽ നിർണായകമാണ്. സാധാരണയായി ചെറുകിട കർഷകരുടെ കഠിനാധ്വാനത്തോടെയാണ് ഈ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർഗാനിക് കാപ്പിക്ക് പ്രീമിയം വിലയും പ്രത്യേക വിപണിയിടവും ലഭിക്കുന്നു. ഓർഗാനിക് കാപ്പിയുടെ ആവശ്യകത ലോകവ്യാപകമായി ഉയരുകയാണ്. 2024 കണക്കുകൾ പ്രകാരം $7.92 ബില്യൺ ആയിരുന്ന വിപണി വരും വർഷങ്ങളിൽ ഓർഗാനിക് കാപ്പി വിപണി വേഗത്തിൽ വളരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യൂറോപ്പിലേക്കുള്ള ഇറക്കുമതി കൂടുകയും ഏഷ്യ പസഫിക് മേഖല ഉൽപ്പാദനത്തെ മുന്നിലെത്തുകയും ചെയ്യും. ഇന്ത്യയിൽ ഓർഗാനിക് കാപ്പി കൃഷിയിൽ ചെറുകിട കർഷകരും ആദിവാസി സമൂഹങ്ങളും കൂടുതൽ പങ്കാളികളാകുന്നു. ഇത് നേരിട്ടുള്ള വ്യാപാരവും സുതാര്യതയും ബ്രാൻഡുകൾക്ക് വിശ്വാസ്യത നേടിക്കൊടുക്കുന്നു. വ്യത്യസ്ത ഫെർമെന്റേഷൻ രീതികളുടെ പ്രത്യേകതയുള്ള കാപ്പികളും വിപണിയിലെത്തുന്നു. എന്നാൽ ഓർഗാനിക് കൃഷി അത്ര എളുപ്പമല്ല. കൂടുതൽ സമയവും കഠിനാധ്വാനവും ആവശ്യമാണ്. വിളവെടുപ്പ് കുറവായിരിക്കാനും സാധ്യതയുണ്ട്. സർട്ടിഫിക്കേഷൻ പ്രക്രിയയും ചെലവേറിയതാണ്. അതിനാലാണ് ഓർഗാനിക് കാപ്പിയുടെ വില ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.